السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ഏതാനും മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങൾ വിശദീകരിക്കപ്പെടുന്ന നമ്മുടെ ഈ ഹദീസ് ക്ലാസിൻ്റെ വീണ്ടും അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ വിധിവിലക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് പ്രാധാന്യപൂർവം ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന റിയാദുസ്സാലിഹീനിലെ സുപ്രധാനമായ അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വായിക്കുവാനുള്ള അധ്യായം ബാബു തഹ്രീമി വസ്ലി ശഅരി വൽ വഷ്മി വൽ വശരി വഹുവ തഹ്ദീദുൽ അസ്നാൻ. ഇതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള അധ്യായത്തിൻ്റെ പേര്. അതായത് തഹ്രീമു വസ്ലി ശഅർ, മുടി കൂട്ടിച്ചേർക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറയുന്ന അധ്യായം. തഹ്രീം, നിഷിദ്ധതയെ നമുക്കറിയിച്ചു തരുന്ന അധ്യായമാണ്. വസ്ലു ശഅർ, വസല എന്ന് പറഞ്ഞാൽ ചേർത്തു, ഷഅർ എന്ന് പറഞ്ഞാൽ ഹെയർ, മുടി. മുടി ചേർക്കൽ, മുടി കൂട്ടിച്ചേർക്കൽ നിഷിദ്ധമാണ് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായം. അതേപോലെ തന്നെ വൽ വഷ്മി, വഷ്മ് എന്ന് പറഞ്ഞാൽ പച്ചകുത്തലാണ്. ടാറ്റു പോലെയുള്ള ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പഴയ കാലത്തും ഒക്കെ നിർവഹിച്ചിരുന്ന ആ രൂപത്തിലുള്ള പച്ചകുത്തുക എന്ന് പറയുന്ന ആ സമ്പ്രദായവും ഹറാമാണ്. വൽ വശരി, വശർ എന്ന് പറഞ്ഞാൽ വഹുവ തഹ്ദീദുൽ അസ്നാൻ, അത് പല്ലുകൾ രാഗി മൂർച്ച കൂട്ടലാണ്. തഹ്ദീദ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അതിൻ്റെ തെല്ലൊപ്പിക്കുക, അതേപോലെ തന്നെ അതിന് ഭംഗി കൂട്ടുവാൻ വേണ്ടി പല്ലുകൾ കൂർപ്പിക്കുക. അസ്നാൻ എന്ന് പറഞ്ഞാൽ സിന്നുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. സിന്ന് പല്ല്, അസ്നാൻ അതിൻ്റെ ബഹുവചനാണ്. അങ്ങനെ പല്ലുകൾ വിടവുണ്ടാക്കലും അതിനെ വ്യത്യസ്തമായ രീതിയിൽ ചില സൗന്ദര്യമായ കാര്യങ്ങളെ വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടി പല്ലുകളിൽ ആളുകൾ ഇന്ന് കാണിച്ചു കൂട്ടുന്ന വ്യത്യസ്തങ്ങളായ ചില പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ നിഷിദ്ധമാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന അധ്യായം. ഒന്നുകൂടെ വായിക്കാം. ബാബു തഹ്രീമി വസ്ലി ശഅരി വൽ വഷ്മി വൽ വശ്രി വഹുവ തഹ്ദീദുൽ അസ്നാൻ. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതൊരു പൈശാചികമായ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതിനാൽ പിശാച് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദുർബോധനങ്ങളും ഫസാദുകളുമുണ്ട്. അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന ആയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധ്യായത്തിൽ തുടക്കത്തിലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. അഥവാ മനുഷ്യ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിക്ക് മാറ്റം വരുത്തുന്ന ചില രീതികളാണല്ലോ ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈശാചികമായ ദുർബോധനങ്ങൾ അവൻ അവൻ്റേതായ രൂപത്തിൽ നിർവഹിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് പിശാച് അള്ളാഹുവിൻ്റെ മുമ്പിൽ
ആദ്യമേ എടുത്തിട്ടുള്ള അവൻ്റെ ശപഥമാണ്. അതുകൊണ്ട് അത് ഗൗരവത്തോടെ സൂക്ഷിക്കണം എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുവാനും അറിയിക്കുവാനും വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള അക്കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന 1-2 ആയത്തുകളാണ് ഈ അദ്ധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ ഹദീസുകൾ ചർച്ച ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. സൂറത്തുൻ നിസായിലെ 117, 118 ആയത്തുകൾ, 119, 103 ആയത്തുകളാണ് തുടക്കത്തിലേ നൽകിയിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇൻ യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസാ വഇൻ യദ്ഊന ഇല്ലാ ശൈത്വാനം മരീദാ ലഅനഹുല്ലാഹ് وقال لأتخذن من عبادك نصيبا مفروضا ولأضلنهم ولأمنينهم ولآمرنهم فليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله. ഇതാണ് ആ 3 സൂക്തങ്ങൾ. എന്താണിതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നത്? പിശാചിൻ്റെ പ്രവർത്തനങ്ങളും മനുഷ്യർ ചെയ്യുന്ന ശിർക്കിൻ്റെ വിവിധ രൂപങ്ങളുമൊക്കെയാണ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കൂല. അതല്ലാത്ത ബാക്കി താഴെ പാപങ്ങളൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുത്തേക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ അത് സംബന്ധമായി ശിർക്കിൻ്റെ ഗൗരവങ്ങളും അതിൻ്റേതായ വ്യത്യസ്ത മുഖങ്ങളുമൊക്കെ പറയുന്നിടത്ത് അള്ളാഹു പറയാണ്, ഇയ്യദഊന, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. അറേബ്യൻ മുശ്രിക്കുകളെ കുറിച്ച് പറയാണ്, ഇയ്യദഊന, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. ഇല്ലാ ഇനാസ, ചില സ്ത്രീകളെയല്ലാതെ. ഇനാസ്, ഉൻസ, സക്കർ, ഉൻസ. സക്കറിൻ്റെ ബഹുവചനം സുക്കൂർ, ഉൻസ അതിൻ്റെ പ്ലൂറൽ ബഹുവചനമാണ് ഇനാസ്. ഈ യദഊന, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമേ. ഇല്ല ഇനാസൻ, ചില സ്ത്രീകളെയല്ലാതെ. വഇൻ യദഊന, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നുമില്ല. വീണ്ടും പറയാണ്, വഇൻ യദഊന, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നുമില്ല. ഇല്ല ശൈത്താനൻ മരീദ, ധിക്കാരിയായ ശൈത്താനെയല്ലാതെ. മരീദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ധിക്കാരി എന്നാണ് അതിൻ്റെ അർത്ഥം. മറദത്ത്, മരീദ്, അതൊക്കെ ഏറ്റവും ധിക്കാരം പ്രവർത്തിക്കുന്ന പൈശാചികതക്ക് പറയുന്ന പേരാണ്. അപ്പോൾ ഇവിടെ ശൈത്താനെ സിഫത്ത് കൊടുത്തത് ശൈത്താനൻ മരീദ, ധിക്കാരിയായ ചെകുത്താനെയല്ലാതെ, ഇബ്ലീസിനെയല്ലാതെ, പിശാച്ചിനെയല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നുമില്ല. ആരാണ് ഈ ശൈത്താൻ? ലഅനഹുല്ലാഹ്, അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു. വഖാല, അവൻ പറയുകയും ചെയ്തിരിക്കുന്നു. ആര്? ശൈത്താൻ പറഞ്ഞിരിക്കുന്നു. റബ്ബിൻ്റെ മുമ്പിൽ വെച്ചോൻ പറഞ്ഞതാണ്, ലഅത്തഖിദന്ന, തീർച്ചയായും ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും, ഞാൻ ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യും. ശൈത്താൻ പറഞ്ഞതാണ്. ലഅത്തഖിദന്ന, ഇത്തഖദ, ഉണ്ടാക്കി, സ്വീകരിച്ചു. അത്തഖിദു, ലഅത്തഖിദന്ന, ലഅത്തഖിദന്ന, തഅ്കീദിൻ്റെ 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അവൻ പറയുന്നത്. തീർച്ചയായും ലഅത്തഖിദന്ന, ഞാൻ ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യും. മിൻ ഇബാദിക, നിൻ്റെ അടിമകളിൽ നിന്ന്. അല്ലാഹുവോട് പറയാണ്, നിൻ്റെ അടിമകളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യും. നസീബൻ മഫ്റൂദ, ഒരു നിശ്ചിത ഓഹരി. നിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു നിശ്ചിത ഓഹരി ഞാൻ എൻ്റെ അനുയായി വൃന്ദമാക്കി തീർക്കുക തന്നെ ചെയ്യും. വലഉദില്ലന്നഹും, വീണ്ടും പറയാണ്, വലഉദില്ലന്നഹും,
ഞാൻ അവരെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. തീർന്നില്ല. വല ഉമന്നിയന്നഹും, ഞാൻ അവരെ പ്രലോഭിപ്പിക്കുകയും ചെയ്യും, വ്യാമോഹിപ്പിക്കുക തന്നെ ചെയ്യും. ഉമന്നിയന്ന, അവർക്ക് ഉമ്നീയത്ത്, അമാനി, വ്യാമോഹങ്ങൾ ഒക്കെ നൽകുക. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ അവരോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അതു കാരണം അവരെന്ത് ചെയ്യും? ഫലയുബത്തികുന്ന, ബത്തകയുബത്തിക്കു എന്ന് പറഞ്ഞാൽ കീറി മുറിച്ചു എന്നാണ്, കീറി പിളർത്തു. അതാണ് ഫലയുബത്തികുന്ന. അങ്ങനെ അവർ കീറി മുറിക്കുക തന്നെ ചെയ്യും. ആദാനൽ അൻആമി, ആദാൻ ഉദുനുൻ എന്നുള്ളതിൻ്റെ പ്ലൂരൽ ബഹുവചനമാണ് ആദാൻ. ആദാനൽ അൻആമി, കാലികളുടെ, നാൽക്കാലികളുടെ കാതുകൾ അവർ കീറി മുറിക്കുക തന്നെ ചെയ്യും. തീർന്നില്ല. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അത് മുഖേന ഫലയുഗയ്യിറുന്ന, അവർ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. അതാണ് അവസാനം പറഞ്ഞ ഭാഗമാണ് നമ്മുടെ അധ്യായവുമായി നേർക്കുനേരെ കണക്റ്റഡായ ഭാഗം. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതിയെ മാറ്റിമറിക്കാനുള്ള കൽപ്പന കൊടുക്കുന്നത് ശൈത്താനാണ്. ഇതാണിപ്പോൾ ശൈത്താൻ നടത്തുന്ന പല പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. ചില കാര്യങ്ങൾ സാന്ദർഭികമായി ഇതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അള്ളാഹു ഇവിടെ തുടങ്ങി വെച്ചത്? ഈ യദുഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസ. അറേബ്യൻ മുശ്രിക്കുകളിൽ നിലനിന്നിരുന്നൊരു സമ്പ്രദായമാണ്, അന്നുണ്ട് ഇന്നുണ്ട്. ആരാധിക്കപ്പെടുന്ന കുറേ ആരാധ്യരെ അവർ സ്ത്രീകളായിട്ട് കാണും. അതുകൊണ്ടാണ് ഇന്നും ഹൈന്ദവ സങ്കല്പങ്ങളിലൊക്കെയുള്ള ദേവി ദേവതാ സങ്കല്പങ്ങൾ. ആ കാലഘട്ടത്തിലെ അറേബ്യൻ മുശ്രിക്കുകളും സ്ത്രീനാമങ്ങളാണ് പലപ്പോഴും ദേവികൾ എന്ന നിലയ്ക്ക് തന്നെ റബ്ബിന് പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആരാധ്യന്മാർക്ക് നൽകിയിരുന്നത്. പ്രത്യേകിച്ച് ഉസ്സ, അതുപോലെ തന്നെ മനാത്ത, ലാത്ത, ഇതൊക്കെയും അവരൊരു സ്ത്രീ നാമങ്ങളെപ്പോലെ തന്നെയാണ് അവർ കണ്ടിരുന്നത്. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖറ അലകുമുദ് ദക്കർ വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ. അല്ലാഹു തആല അവരോട് ചോദിക്കുകയാണ്, അഫറഅയ്തും, നിങ്ങൾ കണ്ടില്ലേ, അല്ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസ അൽ ഉഖറ, ലാത്ത ഉസ്സ മനാത്ത, ഈ മൂന്ന് അവർ പൂജിക്കുന്ന ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, അലകുമുദ് ദക്കറു, നിങ്ങൾക്കൊക്കെ ആൺകുട്ടികളെ മാത്രമേ പറ്റുള്ളൂ അല്ലേ, വലഹുൽ ഉൻസ, അള്ളാഹ്ക്കൊക്കെ പെൺമക്കളും. അപ്പം ഇവർ മലക്കുകളെ പെൺമക്കളുടെ സ്ഥാനത്താണ് കണ്ടിരുന്നത്. അറേബ്യൻ മുശ്രിക്കുകൾ ദേവതാ സങ്കല്പം അവർക്കുണ്ട്. അതോടൊപ്പം ആ ദേവിമാരൊക്കെ അവരുടെ വിശ്വാസത്തിൽ ആരുമാണ്? മലക്കുകളുമാണ്. അതുകൊണ്ട് തന്നെ അൽ മലായിക്കത്തു ബനാത്തുല്ലാഹ്, മലക്കുകളൊക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്നായിരുന്നു അറേബ്യൻ മുശ്രിക്കുകളിൽ ഒരു വിഭാഗം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് മലക്കുകളുടെ പ്രതിഷ്ഠകളായിട്ടാണ് അവർ പല ദേവിമാരെയും സങ്കല്പിച്ചിരുന്നത്. അതാണിവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ എത്ര മോശപ്പെട്ട രൂപത്തിലുള്ള ഓഹരി വെപ്പാ നടത്തിയത്. തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ, അതൊക്കെ നിങ്ങളിട്ട കേവലം ചില പേരുകളല്ലേ. അള്ളാഹു ഇതൊന്നും ഒരു തെളിവും നിങ്ങൾക്ക് അതിനു വേണ്ടി നൽകിയിട്ടില്ലല്ലോ. എന്ത് ന്യായമാണ് നിങ്ങൾക്ക് ഇവയെയൊക്കെ റബ്ബിന് പുറമേ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ളത് എന്നൊക്കെ അവരുടെ വിശ്വാസരാഹിത്യത്തെ, അവരുടെ വിഡ്ഢിത്തത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഈ സൂറത്തിലൂടെ. അപ്പം അതുകൊണ്ട് തന്നെ തുടർന്നുകൊണ്ട് നമ്മളിതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അവർ ഈ യദുഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസ, അവർ കേവലം ചില പെണ്ണുങ്ങളെയല്ലാതെ സ്ത്രീകളെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അറബികൾക്കുണ്ടായിരുന്നതുപോലെ ഇന്നും നമ്മുടെ നാട്ടിൽ 33 കോടി ദേവീദേവന്മാരെയൊക്കെ പൂജിക്കുന്ന സമൂഹത്തിന് പല കുലദൈവങ്ങളുണ്ട്, ഗോത്ര ദൈവങ്ങളുണ്ട്,
അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. തുടർന്നുകൊണ്ടല്ല, അതുകൊണ്ടാണ് ഈ യദൂനയും ദൂനിഹി ഇല്ല ഇനാസ എന്ന് പറയാൻ കാരണം. അവർ അള്ളാഹുവിന് പുറമെ ചില സ്ത്രീകളെയല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഈ ഒരു സ്വഭാവം അവരിൽ നിലനിന്നതുകൊണ്ടാണ് അവരുടെ ആ ചെയ്തിയെ, പ്രവൃത്തിയെ അള്ളാഹു എടുത്തിവിടെ ഈ രൂപത്തിൽ പറയാൻ കാരണം. മറ്റൊന്ന് യദഊനയില്ല ശൈത്താനം മരീദ, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നുമില്ല ഇല്ല ശൈത്താനൻ മരീദ. മരീദ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ധിക്കാരിയായ ശൈത്താനെയല്ലാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നുമില്ല. അപ്പോൾ അവിടെയും പിശാച്ചിനെ നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടോ എന്ന് ഒരു സംശയം സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ശൈത്താനെ നേർക്ക് നേരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. പിശാച്ച് പൂജകരായ ആളുകൾ, ഉബ്ബാദുശയാത്തീൻ, സാത്താൻ പൂജകർ എന്നൊക്കെയുള്ള പേരിൽ കേരളത്തിൻ്റെ പുറത്തുണ്ടായിരുന്ന സംഭവവികാസങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ വരെ ഇന്ന് സുലഭമാണ്. വളരെ സ്വകാര്യമായും അതേപോലെ തന്നെ വൻ മയക്കുമരുന്ന് വിപണന കേന്ദ്രമായും ഒക്കെ ഇന്ന് സാത്താൻ സേവകരുടെ, സാത്താൻ പൂജകരുടെ കേന്ദ്രങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള വലിയ സിറ്റികളിലുണ്ട്. അപ്പം അവിടെയൊക്കെ ശൈത്താനെ തന്നെ നേർക്കുനേരെ പൂജിക്കുന്ന സമ്പ്രദായങ്ങൾ നമുക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേ അവസരത്തിൽ മുഫസ്സിറുകൾ ഇവിടെ വേറൊരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ശൈത്താനെ നേർക്കുനേരെ വിളിച്ചു പ്രാർത്ഥിക്കലല്ല സാധാരണഗതിയിൽ മുശ്രിക്കുകൾ ചെയ്യുന്നതെങ്കിലും എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ അള്ളാഹു അങ്ങനെ പറയാൻ കാരണം? അവർ ശൈത്താനെയല്ലാതെ, ധിക്കാരിയായ ശൈത്താനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. ധിക്കാരിയായ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനകൾ, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ, അവർക്ക് പൂജകളും വഴിപാടുകളും നേർച്ചകളും ഒക്കെ നൽകൽ, ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്നത് ആരുടെ പ്രേരണ കൊണ്ടാണ്? ശൈത്താനിൻ്റെ പ്രേരണ കൊണ്ടാണ്. അതുകൊണ്ട് നേർക്കുനേരെ ശൈത്താനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല എങ്കിലും ഭൂരിപക്ഷം ജനങ്ങളും ഇവിടെ ചെയ്യുന്ന ശിർക്കിന് എന്ന് മാത്രമല്ല എല്ലാ ശിർക്കിൻ്റെയും കാരണക്കാരൻ ആരാണ്? ശൈത്താൻ തന്നെയാണ്. അതുകൊണ്ടാണ് ശൈത്താനിലേക്ക് ചേർന്നുകൊണ്ട് അങ്ങനെ ചേർത്തുകൊണ്ട് പറയാൻ കാരണം. സമാനമായ പ്രയോഗങ്ങൾ നമുക്ക് സൂറത്ത് യാസീനിൽ കാണാമല്ലോ. യാ ബനി ആദം അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഅഖിലൂൻ. സൂറത്ത് യാസീൻ. അള്ളാഹു അവിടെ നാളെ പരലോകത്ത് വെച്ച് മനുഷ്യരോട് ശിർക്ക് ചെയ്ത ആളുകളോട് ചോദിക്കും, അലം അഅഹദിയിലേക്കും, ഞാൻ നിങ്ങളോട് കരാറ് വാങ്ങിയിരുന്നില്ലയോ? അല്ല തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുതെന്ന്. അവിടെയും ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇക്കാര്യം പ്രത്യേകം വേർതിരിച്ചെടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ശൈത്താനെ നേർക്ക് നേരെ പൂജിക്കലും ആവാം, ശൈത്താനിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ലോകത്ത് മനുഷ്യർ ചെയ്യുന്ന എല്ലാ തിന്മകളും അതോടൊപ്പം ശിർക്കും ചെയ്യുന്നത്. ആരുടെ പ്രേരണക്ക് വശംവദരായിട്ടാണ്? ശൈത്താനിൻ്റെ. അപ്പം അത് ആലങ്കാരികമായ ആ പ്രയോഗം ഫലത്തിൽ ആരെ തന്നെ പൂജിക്കലാണ്? ശൈത്താനെ പൂജിക്കലാണ്. കാരണം ശൈത്താൻ്റെ കൽപ്പന പ്രകാരമാണ് അവർ ഈ പ്രവർത്തനം ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് ഇവിടെയും ശൈത്താനൻ മരീദാ, ധിക്കാരിയായ ശൈത്താനെയല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. അപ്പം ഏത് മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഫലത്തിൽ ശൈത്താനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. എത്ര വലിയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണെങ്കിലും, ഞങ്ങൾ വൈദ്യശേഖനെ വിളിക്കണത്, റസൂലുള്ളാഹിനെ വിളിക്കണത്, ഈസാ നബിനെ വിളിക്കണത്, എത്ര മഹത്വമുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അവരാരും അത് പറഞ്ഞിട്ടില്ലല്ലോ, കൽപ്പിച്ചിട്ടുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ശൈത്താനെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം അവർ ശൈത്താന്മാരാക്കി എന്നല്ല. അങ്ങനെയൊക്കെ ക്ലിപ്പ് മുറിക്കണ കാലമാണിപ്പോൾ. ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാരെ എണ്ണിയാലോ അവരൊക്കെ ശൈത്താനാക്കി. അങ്ങനെ കുറേ ഇബ്ലീസുകളുണ്ടാവും. ഇതിങ്ങനെ പകുതി എവിടെയെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ശൈത്താൻ്റെ പ്രേരണക്ക് വശംവദരായിട്ടാണ് ആളുകൾ ഇന്ന് ശിർക്കിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഫലത്തിൽ അത് ശൈത്താനുള്ള ആരാധന തന്നെയായിട്ടാണ് വരിക.
കാരണം അതിനുള്ള വസ്വാസുകളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ ചമച്ചു കൊടുക്കുന്നത് ആര് തന്നെയാണ്? ശൈത്താൻ തന്നെയാണ്. ഇനി അവൻ്റെ ചില പ്രതിജ്ഞകളാണ് നമ്മൾ പിന്നീട് തുടർന്നുകൊണ്ട് കേട്ടത്. എന്തൊക്കെയാ അവൻ പറഞ്ഞത്? വഖാല, അവൻ പറയുകയും ചെയ്തു, ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദാ. ആ ശൈത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടാൽ മനുഷ്യരെ എത്തിച്ചേരുന്ന വലിയ അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളെ മുന്നറിയിപ്പ് നൽകാനാണ് ആയത്തിൻ്റെ ബാക്കി ഭാഗത്തിൽ അള്ളാഹു ആ വദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നാമൻ പറഞ്ഞത് എന്താ? ലഅത്തഖിദന്ന, ഞാൻ ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യും, മിൻ ഇബാദിക, നിന്റെ അടിമകളിൽ നിന്ന്, നസീബം മഫ്റൂദ, ഒരു നിശ്ചിതമായ വിഹിതം, ഒരു നിശ്ചിത ഓഹരി ഞാൻ ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ശൈത്താൻ അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്. നിന്നെ അനുസരിക്കാത്ത ഒരു കൂട്ടം ജനങ്ങളെ ഞാൻ ഉണ്ടാക്കി തീർക്കും. അത് ഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കും തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഭൂരിപക്ഷം ജനങ്ങളും അനുസരിക്കുക ആരെ തന്നെയാണ്? ശൈത്താനെ തന്നെയാണ്. ശൈത്താൻ്റെ ആളുകളായിരിക്കും ഇവിടെ ലോകത്ത് കൂടുതൽ ഉണ്ടാവുക. മെജോറിറ്റി അവർക്കാണ്. എപ്പോഴും വിശ്വാസികൾ വളരെ വളരെ ന്യൂനപക്ഷമേ ഉണ്ടാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ലഅഹ്തനികന്ന ദുരിയതഹു ഇല്ലാ ഖലീലാ. ശൈത്താൻ പറഞ്ഞതാണ്, ആദം സന്തതികളെ മുഴുവൻ ഞാൻ പഴപ്പിക്കും, ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞ ആളുകളെ അല്ലാതെ. അപ്പോൾ കുറഞ്ഞ ആളുകളെ അവന് കിട്ടാതിരിക്കുള്ളൂ. ഭൂരിപക്ഷത്തെയും ശൈത്താൻ പഴപ്പിക്കാൻ എന്ത് ചെയ്യും? കിട്ടും. ലഅഹ്തനികന്ന എന്നാണ്. അവിടെയൊക്കെ കണ്ടോ, അവൻ അല്ല, അഹ്തനികന്ന, തീർച്ചയാണ് അത് ഞാൻ എടുത്തിരിക്കും, ഞാൻ അവരെ പഴപ്പിച്ചിരിക്കും. ഇല്ലാ ഖലീല, ഒരു ന്യൂനപക്ഷത്തെ എനിക്ക് കിട്ടാതിരിക്കുള്ളൂ. വീണ്ടും സൂറത്തു സ്വാദിലെ 82, 83 ആയത്തുകളിലൂടെ അവൻ വീണ്ടും ശപഥം ചെയ്ത് പറയുന്നുണ്ട്, ഫബി ഇസ്സതിക, അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, ഞാനിതാ നിന്റെ മുമ്പിൽ ശപഥം ചെയ്ത് പറയാണ്, ലഉഗ്വിയന്നഹും അജ്മഈൻ, മാനവകുലത്തെ മുഴുവനും ഞാൻ പഴപ്പിക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവരിൽ നിന്ന് നിന്റെ ഇഖ്ലാസുള്ള അടിമകളെ ഒഴികെ അവരെ പഴപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ബാക്കി മഹാഭൂരിപക്ഷത്തെയും ഞാൻ പഴപ്പിക്കും. അതിനു വേണ്ട എല്ലാ മാർഗങ്ങളും അവൻ സ്വീകരിക്കും എന്നാണ് അവൻ പിന്നീട് പറയുന്നത്. വല ഉദില്ലന്നഹും, ഞാൻ അവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യും. അതല്ല, പഴപ്പിച്ചു, ഉദില്ലു, ഞാൻ പഴപ്പിക്കും. വല ഉദില്ലന്നഹും, ഞാൻ അവരെ പഴപ്പിക്കുക തന്നെ ചെയ്യും. വല ഉമന്നിയന്നഹും, ഞാൻ അവർക്ക് പല വ്യാമോഹങ്ങളും കൊടുക്കും. ഉമ്നീയത്ത്, അമാനി, വ്യാമോഹങ്ങൾ ഞാൻ അവർക്ക് ഇങ്ങനെ കുറുകിക്കൊടുക്കും, അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കും. ഇങ്ങനെയുള്ള മനുഷ്യരിങ്ങനെ അബദ്ധങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. ആ തെറ്റിനൊക്കെ ന്യായീകരണങ്ങളുടെ, പ്രലോഭനത്തിൻ്റെ, ദുർവ്യാഖ്യാനത്തിൻ്റെ പെരുമഴയാണ് ശൈത്താൻ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഒരു തിന്മയും മനുഷ്യന് തിന്മയായിട്ട് പിന്നെ തോന്നൂല, എല്ലാവരും നന്മയായിട്ടാണ് തോന്നുക. കാരണം ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വല ഉസയ്യിനന്ന ലഹും, അവർക്ക് ഞാൻ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നു. എല്ലാം ഒന്നും മോശാന്ന് മനുഷ്യർ തോന്നൂല, എല്ലാം നല്ലതാന്ന് തോന്നിപ്പിക്കലാണ് ശൈത്താൻ്റെ പണി. അതുകൊണ്ട് തിന്മ എന്ന് പറയണ ഒന്നും അവൻ്റെ പട്ടികയിൽ ഉണ്ടാവില്ല, എല്ലാം അവൻ നന്മയാക്കി പരിവർത്തിപ്പിക്കും. അങ്ങനെ ഞാൻ അവരെ വ്യാമോഹിപ്പിക്കും. അതിന് സൂറത്ത് ഹിജറിൽ 39 അല്ലാഹ് പറഞ്ഞതാണ് ഞാൻ നേരത്തെ കൽപ്പിച്ചത്, വല ഉസയ്യിനന്ന ലഹും, ഞാൻ അവർക്ക് കാര്യങ്ങളൊക്കെ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. അതേപോലെ തന്നെ അതിനു വേണ്ട മാർഗങ്ങളൊക്കെ അവൻ സ്വീകരിക്കുകയും ചെയ്യും എന്നാണ്. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, പഴപ്പിക്കാനേ നേരായ റൂട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ മുമ്പിൽ ശൈത്താൻ വഴിമുടക്കിയായിട്ട് നിൽക്കും. എന്നിട്ട് അവനെ ഞാൻ മുന്നിലൂടെ ചെന്ന് ദുർബോധനം നടത്തും, പിഴക്കുന്നില്ലെങ്കിൽ പിന്നിലൂടെ ചെന്ന് ദുർബോധനം നടത്തും. അതിനും അവൻ വീഴുന്നില്ലെങ്കിൽ വലതുവശത്തൂടെ ഞാൻ അവനെ പിഴപ്പിക്കാൻ ചെല്ലും. അതിലും അവൻ വീഴുന്നില്ലെങ്കിൽ ഇടതുവശത്തൂടെ ചെന്ന് നാനാമാർഗത്തിലൂടെയും മനുഷ്യനെ പഴപ്പിക്കാനുള്ള പരിപാടികളും പദ്ധതികളും ഞാൻ നോക്കും. എന്നിട്ട് വലാ തജിദു അക്സറഹും, അവരിലെ മഹാഭൂരിപക്ഷത്തെയും
ഷാക്കിരീന, നിനക്ക് നന്ദി ചെയ്യുന്നവരായി നീ കാണാത്ത വിധം മഹാഭൂരിപക്ഷത്തെയും നന്ദി കെട്ടവരാക്കി മാറ്റാനുള്ള പണികൾ ഞാൻ ചെയ്യും. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തിയും അതിൻ്റെ മാഹാത്മ്യവും ഒക്കെ നമുക്ക് മനസ്സിലാവുക. നമ്മുടെ ജീവിതത്തിൽ ഉണർന്നെഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടക്ക് എത്ര തവണ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചൊല്ലാൻ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖുർആൻ ഓതുമ്പോൾ വരെ തുടങ്ങണമെന്നാണ് അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ളത്. വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്. നീ ഖുർആൻ പാരായണത്തിന് മുതിരുകയാണെങ്കിൽ അള്ളാഹുവിനോട് ശപിക്കപ്പെട്ട പിശാച്ചിൽ നിന്ന് കാവൽ തേടിക്കൊള്ളണം. ഖുർആൻ ഓതുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ആ നല്ല വഴിക്ക് ഒരാൾ ഒരുങ്ങുമ്പോൾ അവനെ മുഷിപ്പിക്കും, ക്ഷീണം തോന്നിപ്പിക്കും, തിരക്ക് തോന്നിപ്പിക്കും, കോട്ടുവായിടിക്കും, ക്ഷീണമുണ്ട് എന്ന് തോന്നിച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് അവൻ എന്തോ തനിക്ക് വല്ല തിരക്കുകളുണ്ട് എന്ന് തോന്നിപ്പിച്ച് എത്രയും വേഗം അത് മടക്കി വെച്ച് ഖുർആൻ ഓതാത്തവനാക്കി മാറ്റിയെടുക്കും. ഇതിനൊക്കെയുള്ള വ്യാഖ്യാനം തേടി ഗ്രന്ഥങ്ങളൊന്നും നോക്കണ്ട, ജീവിക്കുന്ന പതിപ്പുകളായി നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. അതന്നെ അതിൻ്റെ വിശദീകരണം. അള്ളാഹുവിൻ്റെ കലാമ് ഓരോ ദിവസവും, പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, നമ്മൾ മേശപ്പുറത്ത് അല്ലെങ്കിൽ തൊട്ടലമാരയിൽ അള്ളാഹിൻ്റെ ഖുർആനുണ്ട്. നമ്മുടെ കൈകളിലും തൊട്ടെത്തുന്ന ദൂരത്തും മൊബൈൽ ഫോണുമുണ്ട്. ഏതിലാണ് മണിക്കൂറുകൾ കൂടുതൽ ചെലവഴിക്കുന്നത്? സ്ക്രീൻ ടൈമൊക്കെ ഇന്ന് ആളുകൾക്ക് പരിശോധിക്കാനുള്ള സംവിധാനവും ഈ സംവിധാനത്തിൽ തന്നെയുണ്ട്. 1 പേജ് ഖുർആൻ ഓതിയോ, 2 പേജ് ഖുർആൻ ഓതിയോ? ഇന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഓരോരുത്തർ ഇവിടെ കൂടിയ സ്ത്രീ പുരുഷന്മാരൊക്കെ സ്വന്തത്തോട് ചോദിക്ക്, ഇന്ന് ഞാൻ എത്രയാണ് ഖുർആൻ ഓതിയത്? അതേ അവസരത്തിൽ ഈ വസ്തു ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണിത്. അതിന് ഇസ്ലാം തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അനാവശ്യത്തിന് ഞാൻ എത്ര മണിക്കൂറുകൾ ഇതിൽ ചെലവഴിച്ചിട്ടുണ്ട്? അവിടെയാണ് ചോദ്യം. അവിടെയാണ് നേർമാർഗത്തിലും ശൈത്താൻ കുത്തിയിരിക്കും എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി. അവിടെയാണ് ഖുർആൻ പാരായണം നടത്തുകയാണെങ്കിൽ പോലും നീ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി. മനുഷ്യൻ്റെ താല്പര്യത്തെ ഇല്ലാതെയാക്കും. മനുഷ്യനെപ്പോഴും അലങ്കാരമായി തോന്നുക തിന്മകളോടാണ്. നന്മകളുടെ വേദികളിൽ ഇരിക്കുമ്പോൾ മനുഷ്യന് ഉന്മേഷമുണ്ടാവില്ല. തിന്മകളുടെ മജ്‌ലിസുകളിൽ ഇരിക്കുമ്പോൾ കണ്ണും കാതും കൽബും അവൻ അങ്ങോട്ട് തിരിച്ചുവിടും. വലിയ ആനന്ദം അവനുണ്ടാകും, വലിയ ശ്രദ്ധയുണ്ടാകും. അവൻ ഒരു ഹെയർപിൻ വീണാൽ കേൾക്കുന്ന അത്രയും നിശബ്ദതയോടുകൂടി അവൻ വലിയ പിൻ ഡ്രോപ്പ് സൈലന്റ് എന്ന് പറയില്ലേ, അങ്ങനെ സാഹൂതം അവൻ ശ്രവിക്കും. കാരണം അവന് താല്പര്യമുണ്ട്. താല്പര്യമില്ലാത്തടത്തോ ഇതൊന്ന് നിർത്തി കിട്ടിയാൽ മതി, എപ്പോഴാ കഴിയാന്നാവോ, ഇങ്ങനല്ലേ മനുഷ്യന് തോന്നുക. എന്താ കാരണം? താല്പര്യമാണ് അവിടെ വേർതിരിക്കുന്ന മാനദണ്ഡം. ആരാണ് ഈ താല്പര്യം ഉണ്ടാക്കുന്നത്? ചെകുത്താൻ. ശൈത്താൻ തിന്മയിലേക്ക് താല്പര്യമുണ്ടാക്കും. എൻ്റെയും നിങ്ങളുടെയും കൂടെയുള്ള മലക്കോ നന്മയിലേക്ക് താല്പര്യമുണ്ടാക്കും. ആര് വിജയിക്കുന്നു നമ്മുടെ ബോഡിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. എല്ലാവരുടെ കൂടെയും ഒരു ശൈത്താനുമുണ്ട്, ഒരു മലക്കുമുണ്ട്. മലക്ക് അവനോട് നന്മയിലേക്ക് പ്രേരിപ്പിക്കും, ശൈത്താൻ അവനോട് തിന്മയിലേക്ക് പ്രേരിപ്പിക്കും. നമ്മുടെ ശരീരത്തിൽ ആർക്ക് വിജയം നേടാൻ സാധിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരും അവരവരോടാണ് ചോദിക്കേണ്ടത്. എന്താ കാരണം? ശൈത്താനിൻ്റെ പ്രലോഭനങ്ങൾ അത്രത്തോളമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നന്മകളിലും അവൻ്റേതായ രംഗപ്രവേശമുണ്ടാകും. നന്മകൾ മുടക്കും. ഒന്നുകിൽ നന്മകൾ മുടക്കും, അല്ല മുടക്കിയിട്ടും മുടങ്ങുന്നില്ലെങ്കിൽ ഇയാൾ നന്മകൾ ചെയ്യാൻ തന്നെയാണ് ഭാവമെങ്കിൽ ശൈത്താൻ പിന്നീട് പിന്നിലൂടെ ചെല്ലും. എന്ന് പറഞ്ഞാൽ ഒരു വഴി കൊണ്ട് നമ്മൾ നശിച്ചില്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ശൈത്താൻ പ്രവേശിക്കും എന്നാണ്. നിസ്കാരത്തിന് ജമാഅത്തിന് പോകാൻ രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിച്ചു, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ശൈത്താൻ പറഞ്ഞു, മൂടിപ്പൊതിച്ച് ഉറങ്ങിക്കോ. നിങ്ങളങ്ങനെ ഉറങ്ങിപ്പോയി, പിന്നെ സൂര്യ ഉദിച്ചിട്ടാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്. ശൈത്താൻ വളരെ ഹാപ്പിയായി. അതേ അവസരത്തിൽ നിങ്ങൾ അങ്ങനെ ശൈത്താൻ എന്നെ ദുർബോധനം നടത്തി എന്നെ നശിപ്പിക്കാമെന്നൊന്നും നോക്കണ്ട. ശൈത്താനോട് പടപൊരുതിയിട്ട് നല്ല തണുപ്പുള്ള തൻ്റേതായ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ പള്ളിയിലേക്ക് പോയി. എന്നാൽ ശൈത്താൻ വിടുവോ? ഇനിയിപ്പോൾ നിസ്കാരത്തിന് അവൻ ഏതായാലും പോയി. ഞാൻ നിസ്കാരത്തിൻ്റെ പൂർണ്ണ പ്രതിഫലം കിട്ടാതാവാൻ എന്തുണ്ട് വഴിയെന്നാണ് ശൈത്താൻ സ്വീകരിക്കുന്ന രണ്ടാമത്തെ മാർഗം. തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു കഴിഞ്ഞാൽ ഉദ്കുർ ഖദ, നീ ഇന്നതൊക്കെ ഓർത്തോ, ഇന്നതൊക്കെ ഓർത്തോ.
നിസ്കരിക്കാൻ നിൽക്കുന്നതിൻ്റെ മുമ്പ് അവൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പോലുമില്ലാത്ത ചിന്തകൾ നിസ്കാരവേളയിൽ അവൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ശൈത്താൻ ഇങ്ങനെ ദുർബോധനം ഉണ്ടാക്കിയിട്ട് ഹത്താ ലാ യദ്രീ കം സല്ലാ കം സല്ലാ സലാസൻ അം അർബഅൻ സലാസൻ അം അർബഅൻ. അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വസ്വാസ് ഉണ്ടാകും. എത്ര ഞാൻ നിസ്കരിച്ചത് എന്ന് പോലും അവന് തിരിയൂല. പിന്നെ നമ്മളൊക്കെ രക്ഷപ്പെടൽ എങ്ങനെയാണ്? ജമാഅത്തിനാകുമ്പോൾ ഇമാമാകുന്ന ഡ്രൈവർ ഉണ്ടല്ലോ, ബാക്ക് സീറ്റിലാണ് നമ്മളുള്ളത്. അത് മൂപ്പര് കൺട്രോൾ ചെയ്തോളും. സലാം വീട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ആ സലാം വീട്ടിയോ. അല്ലാതെ നമുക്ക് നിസ്കാരമായിട്ട് പലപ്പോഴും ബന്ധങ്ങളൊന്നും പലപ്പോഴും ഉണ്ടാകാറില്ല. ഇത് വളരെ ഗൗരവമാണ് സുഹൃത്തുക്കൾ. നിസ്കാരം കൊണ്ട് വിജയിക്കാത്ത മുസ്ലിം സമൂഹം, അതിനുള്ള കാരണം അവർക്ക് നിസ്കാരത്തിൽ ഖുശൂ ഇല്ല എന്നാണ്. പുറന്തോടുകളായി നമസ്കാരം അതപ്പതിക്കുന്നു. ഏറ്റവും പ്രായോഗികമായി എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമായിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താണെന്നറിയോ? പറയുന്നത് അറിഞ്ഞു പറയണം. വലിയ തകരാറ് അവിടെയാണ്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നതിനിടക്കുള്ള നമ്മൾ ചൊല്ലിപ്പറയുന്ന ദിക്റുകളുടെ മുഴുവനും അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട് പറയാൻ തയ്യാറായാൽ ഒട്ടുമിക്ക സമയങ്ങളിലും നമ്മുടെ നിസ്കാരത്തിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാനത് ഇവിടെ ആവർത്തിക്കുകയാണ്. എല്ലാവരും അതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അതൊരു അജണ്ടയായി സ്വീകരിക്കണം. ഞാൻ ഇന്നു മുതൽ അതിനു വേണ്ടി പരിശ്രമിക്കും എന്ന്. എന്തിനു വേണ്ടി? തക്ബീറത്തുൽ ഇഹ്റാം തൊട്ട് സലാം വീട്ടുന്നതിനിടക്ക് ഞാൻ എൻ്റെ നിസ്കാരങ്ങളിൽ പറയുന്ന ദിക്റുകളുടെയും ദുആകളുടെയും അർത്ഥവും ആശയവും ഞാൻ ഇനി മുതൽ പഠിക്കും. അത് പഠിക്കലായിരിക്കും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ആ ഒരു തീരുമാനമെടുത്ത് റബ്ബിനോട് അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓഫറാണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ ത്യാഗവും അധ്വാനവും പരിശ്രമവും നടത്താൻ ആരൊക്കെ തയ്യാറാകുന്നുണ്ടോ അവന് ഞാൻ വെറുതെയാക്കൂല. ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ നേർവഴികളിലേക്ക് അവന് നാം വഴി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ഓഫറാണ്, അവൻ ലംഘിക്കൂല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ശൈത്താനിൻ്റെ ദുർബോധനങ്ങൾ അതികഠിനമാണ്. അതാണിവിടെ റബ്ബ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അവനിങ്ങനെ എല്ലാം ഉളില്ലന്നവും, ഞാനവരെ പഴിപ്പിക്കുക ചെയ്യും, ഞാനവരെ വ്യാമോഹിപ്പിക്കുക തന്നെ ചെയ്യും. തീർന്നില്ല, ഇനിയും നോക്കൂ അവൻ്റെ ഫിത്തനകൾ. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചില കൽപ്പനകൾ ഞാൻ അവർക്ക് കൊടുക്കുമ്പോൾ അവരെന്തൊക്കെ ചെയ്യും? ഫലയുബത്തിക്കുന്ന ആദാനല്ലന്നാം, ഒരു വികൃത രൂപമാണത്. അവർ മൃഗങ്ങളുടെ കാതുകൾ കീറും എന്നാണ്. എന്താ ഈ മൃഗങ്ങളുടെ കാതുകൾ കീറുക എന്ന് പറഞ്ഞാൽ എന്താ? അത് അറേബ്യൻ ജാഹിലിയത്തിൽ ചില മൃഗങ്ങളെ അവർ വഴിപാടാക്കി വിടും, നേർച്ചയാക്കി വിടും. നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ ഉഴിഞ്ഞിടുക. ഉഴിഞ്ഞിടുന്ന കോഴികൾ, ഉഴിഞ്ഞിടുന്ന നാക്കാലികൾ അറേബ്യൻ സമൂഹത്തിലുണ്ടായിരുന്നു. അള്ളാഹു അല്ലാത്തവർക്കിടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അവർ മൃഗങ്ങളെ അള്ളാഹുവിനും നേർച്ചയാക്കും, അള്ളാഹു അല്ലാത്തവർക്കും നേർച്ചയാക്കും. അറേബ്യൻ മുശ്രിക്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും മറന്നു പോകാതെ ഓർക്കേണ്ടുന്നൊരു തത്വമാണ്, അറേബ്യൻ മുശ്രിക്കുകൾ നിരീശ്വരവാദികളായിരുന്നില്ല, അള്ളാഹുവിനെ നിഷേധിച്ചവരായിരുന്നില്ല. അള്ളാഹുവിനെ സ്ഥാപിച്ചിട്ട് അവന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് അവനിൽ പാർട്ട്ണർമാരെ ചേർക്കലാണ് ആര് ചെയ്തത്? മുശ്രിക്ക് ചെയ്തത്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബാ ഫഖാലൂ ഹാദാ ലില്ലാഹി ബിസഅമിഹിം വഹാദാ ലിശുറകാഇനാ ഫമാ കാന ലില്ലാഹി ഫലാ യസിലു ഇലാ ശുറകാഇഹിം വമാ കാന ലിശുറകാഇഹിം ഫലാ യസിലു ഇലല്ലാഹ്. ഈ രൂപത്തിലൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്കത് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. നമ്മളതൊക്കെ പഠിക്കേണ്ടവരാണ്. അറേബ്യൻ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്ന ഷിർക്കിൻ്റെ വിവിധ മുഖങ്ങൾ നമ്മൾ അറിയുന്നത് എന്തിനാണെന്നറിയോ? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, ഇന്നമാ യൻഖുദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലം യഅരിഫിൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്ത് അറിയാത്തവർ ഇസ്ലാമിൽ വളർന്നു വന്നാൽ ഇസ്ലാമിൻ്റെ ഓരോ പിരികളും ഉടഞ്ഞുടഞ്ഞ് ഇല്ലാതാകും. എത്ര കറക്റ്റാണ് ആ പറഞ്ഞത്. ഇരുട്ടറിയുന്നവനെ വെളിച്ചത്തിൻ്റെ മേന്മയറിയൂ. നാട്ടിൽ പോയിട്ടില്ല, ഇരുട്ടും കണ്ടിട്ടില്ലാത്തൊരു കുട്ടീനോട് നിങ്ങൾ ടോർച്ച് കൊടുത്തു നോക്കിയേ, അവനതിൻ്റെ ഉപകാരം മനസ്സിലാവില്ല. പക്ഷെ നമുക്കൊരു ടോർച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇരുട്ടറിയുന്നവർക്ക് അതിൻ്റെ വില നല്ല മനസ്സിലാവും. ഈ ഉപമ നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ന്യൂ ജനറേഷൻ പഴയകാല ശിർക്ക് അറിഞ്ഞിട്ടില്ല. അവർ ശിർക്ക് എന്താന്ന് പഠിച്ചിട്ടില്ല. ഖുർആൻ ഇതിൽ പഠിപ്പിച്ചിട്ടില്ലേ?
ഉണ്ട്, പക്ഷെ നമ്മളത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അറേബ്യൻ ജാഹിലിയത്തിൽ നടമാടിയിരുന്ന വ്യത്യസ്തങ്ങളായ ശിർക്കിൻ്റെ രീതികൾ അള്ളാഹു മുന്നറിയിപ്പോടുകൂടെ എടുത്തു പറയുന്നതെന്തിനാ? നമ്മൾ എത്തിപ്പെട്ട തൗഹീദിൻ്റെ മേന്മ നമുക്ക് മനസ്സിലാക്കാനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അറേബ്യൻ ജാഹിലിയത്ത് മനസ്സിലാകുമ്പോൾ തിരിയും നമുക്ക് ഇന്ന് നാട്ടിൽ കാണുന്ന പരിപാടിയും മുള ഇതിൻ്റെ സോഴ്സ് ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ദർഗകളുടെ പേരിൽ നേർച്ചയാക്കുന്ന ആടുകളുണ്ട്, കോഴികളുണ്ട്, കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട്. ദേവീദേവന്മാരുടെ പേരിൽ ഒഴിഞ്ഞിടുന്ന വഴിപാടാക്കി വിടുന്ന കാലികളുണ്ട്, കാർഷികോൽപ്പന്നങ്ങളുണ്ട്. ഇതൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. പിന്നെ കേരളത്തിൽ മംഗലാപുരത്തുള്ള ഉള്ളാളിലേക്ക് വേണ്ടി വർഷം തോറും അവിടെ നടക്കുന്ന ഉറൂസിന് വേണ്ടി നേർച്ചയാക്കി വിടുന്ന ആടുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. നേർച്ചക്കൊറ്റന്മാരെന്ന് അറിയപ്പെടുക നേർച്ചയാടുകൾ. ഉള്ളാൾ സയ്യിദ് മദനി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ മൃഗത്തെ ഒഴിഞ്ഞിടുകയാണ്, ഒരാടിനെ അഴിച്ചു വിടുകയാണ്. ആ ആടിനെ അഴിച്ചു വിടുന്നവൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് സയ്യിദ് മദനി അറിയും, ഞാൻ അയാളുടെ പേരിൽ നേർച്ചയാക്കിയിട്ടുണ്ട്, അങ്ങനെ ഈ മൃഗത്തെ നേർച്ചയാക്കിയിട്ട് ഇതിനെങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തും, അങ്ങനെ കൊഴുത്ത് തടിച്ച് വളരും. അത് കാരണം ആരാൻ്റെ വസ്തുക്കൾ തിന്നാൻ കയറിയാൽ പോലും അതിനെ ആട്ടാൻ പാടില്ല, കുരുത്തക്കേട് പറ്റുന്ന പറയാ. അത് ആരാൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ കയറും, കടകളിൽ കയറും. ബസ്സിലേക്ക് ആട് കയറി വന്നപ്പോൾ ബസ്സിലിരിക്കുന്ന ആളുകളൊക്കെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നൂന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഇരുണ്ട കാലത്തെ വിശദീകരിക്കുമ്പോൾ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ ഉൾക്കൊള്ളുന്ന കേരളത്തിൻ്റെ ഗതകാല ചരിത്രമായി പറയുന്നത്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? നമ്മൾ സഞ്ചരിക്കുന്ന ബസ്സിലേക്ക് ഒരു ആട് കയറി വരികയാണ്. ആട് കയറി വരുമ്പോൾ സീറ്റിലിരിക്കുന്നവരൊക്കെ കൂടി എഴുന്നേറ്റ് നിൽക്കുക ആടിനെ ബഹുമാനിച്ചിട്ട്. അന്ന് ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്ക് ജനങ്ങളോട് സംസാരിക്കേണ്ടി വന്നു. ആട് മൊഹീദ്ദീനാവുകയില്ല, മൊഹീദ്ദീൻ ആടുമാവുകയില്ല. ജനങ്ങളോട് അന്ന് വഴന്നു പറയേണ്ട വിഷയമായിരുന്നു അതൊക്കേന്ന്. ഇതാ പറയുന്നത്, ഇരുട്ടറിയുന്നവർക്കറിയാം വെളിച്ചത്തിൻ്റെ മഹത്വം. ഇതൊക്കെ കടന്നു പോന്നിട്ടുണ്ട് കേരളം. ഇന്നും അത് നിലനിൽക്കുകയാണ്. ഇന്നും അത്തരം ആടുകളെ കണ്ട ബഹുമാനാണ്. ആ ആടുകളുടെ കഴുത്തിൽ ഒഴിഞ്ഞിടുമ്പോൾ ഒരു സഞ്ചി കെട്ടിക്കൊടുക്കും. ആ സഞ്ചിയിൽ ആളുകൾ നേർച്ചപ്പണം വിടും. അങ്ങനെ അതിലേക്ക് കാശിടും. ആ ആടിനെ വളരെ ബഹുമാനത്തോടു കൂടെ കാണും. അത് എവിടേക്ക് കയറിയാലും അതിനെ ദ്രോഹിക്കൂല, അതിനെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ അതിനെ അഴിച്ചുവിടും. ഇതാണ് ഇന്നത്തെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ മൃഗങ്ങളെ നേർച്ചയാക്കി ഒഴിഞ്ഞുവിടുന്നതിൻ്റെ ഒരു രീതി. കോഴികളെ ഇങ്ങനെ നേർച്ചയാക്കും. പണ്ടൊക്കെ വിവിധ വീടുകളിൽ കോഴിക്കൂടുകൾ സുലഭമായിരുന്നു. ധാരാളം കോഴികളെ വളർത്തുന്ന ഭവനങ്ങളായിരുന്നു കേരളീയ മാതൃക. ആ കോഴികളെയൊക്കെ മൂർഖൻ പാമ്പ് വന്ന് കടിച്ചു കൊല്ലാതിരിക്കാൻ കൂട്ടത്തിൽ ഒരു കോഴിയെ അതിൻ്റെ ചിറകൊക്കെ കൊത്തി വെടുപ്പാക്കി അതിൻ്റെ ചിറകിനുള്ളിൽ ഒരു ഐക്കല്ലും ഭദ്രമാക്കി കെട്ടിവെച്ച് 41 ദിവസം അതിനെ ഒഴിഞ്ഞുവിടാറ് പതിവുണ്ടായിരുന്നു നമ്മുടെ കേരളീയ മുസ്ലിം വീടുകളിൽ. 41-ാം ദിവസം മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഒരു മൗലൂദും കഴിച്ച് ഈ ആട്ടിനെ അറുത്ത് മുസ്ലിയാക്കന്മാർക്ക് ഭക്ഷണമായി കൊടുക്കും. നേർച്ചയാക്കി വിട്ടിരുന്ന നേർച്ച കോഴികൾ, നേർച്ചയാടുകൾ, എവിടുന്ന് അതിൻ്റെയൊക്കെ തുടക്കം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ ജഅലല്ലാഹു മിൻ ബഹീറ വലാ സായിബ വലാ വസീല വലാ ഹാം വലാകിന്നല്ലദീന കഫറു യഫ്തറൂന അലല്ലാഹിൽ കദിബ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, അറേബ്യൻ മുശ്രിക്കുകൾ ഒഴിഞ്ഞു വിട്ടിരുന്ന നേർച്ച മൃഗങ്ങൾക്ക് അവർ നൽകിയിരുന്ന പുണ്യ പേരുകളായിരുന്നു ഈ കേട്ട 4 പേരുകളും. സായിബത്ത്, ബഹീറ, സായിബ, വസീല, ഹാം. ഇതൊന്നും അള്ള നിശ്ചയിച്ചിട്ടില്ല എന്നാ അള്ള പറയുന്നത്. ഇതൊന്നും അള്ള പറഞ്ഞതല്ല, ഖുർആനിലുള്ളതാ പറയുന്നത്. മാ ജഅലല്ലാഹ്, അള്ള നിശ്ചയിച്ചിട്ടില്ല. മിൻ ബഹീറ വലാ സായിബ വലാ വസീല വലാ ഹാം. ഈ 4 മൃഗങ്ങൾക്കും അത് വിശദീകരിക്കാനെന്ന ഒരുപാട് പറയാനുണ്ട്. ഈ 4 മൃഗങ്ങളെ ഒഴിഞ്ഞിട്ടാലും അതിന് ഓരോന്നിനും ഓരോ നിയമങ്ങളാണ്. അതിൻ്റെ പാല് ആണുങ്ങൾക്ക് കുടിക്കാം, പെണ്ണുങ്ങൾക്ക് കുടിക്കാൻ പറ്റൂല. ചില മൃഗങ്ങളെ, നേർച്ച മൃഗങ്ങളുടെ പുറത്ത് സവാരി ചെയ്യാൻ പാടില്ല. ചിലതിനെ
പിന്നെ ആലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് തീറ്റ കൊടുക്കുമ്പോൾ ചില നിയമങ്ങളുണ്ട്, തുടങ്ങി ഒട്ടേറെ മര്യാദകളുണ്ട്. ഇന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നേർച്ചയാക്കി ഒഴിഞ്ഞുവിടുന്ന മൃഗങ്ങളോട് പാലിക്കേണ്ട മര്യാദകൾ അവർ സമൂഹത്തോട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം കടുത്ത ശിർക്കാണ്. നേർച്ച എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമല്ലാതെ ഒരു മൃഗത്തെയോ ഒരു കോഴിയെയോ ബലിയർപ്പിക്കുവാൻ പാടില്ല. ബലിയർപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരിലേ ആകാവൂ. അള്ളാഹുവിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലി അറുക്കുക എന്നുള്ളത് മാത്രമല്ല. ബിസ്മി ചൊല്ലി നാവ് കൊണ്ട് ബിസ്മി ചൊല്ലി അറുത്തിട്ട് അതിൻ്റെ കൂലിയും അതേപോലെ തന്നെ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളും ഏതെങ്കിലും അള്ളാഹു അല്ലാത്തവരിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ അറവ് ശിർക്കിൻ്റെ അറവാണ്. ആ അറുക്കപ്പെട്ട വസ്തു എനിക്ക് കഴിക്കൽ നിഷിദ്ധവുമാണ്. ഇതൊക്കെ മുസ്ലിമീങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രാഥമിക പാഠങ്ങളാണ്. ഇതൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല നമ്മളെ ന്യൂ ജനറേഷൻ. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഇങ്ങനെ അറക്കണ സമ്പ്രദായം ഉണ്ടോ? അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ടോ? ഉണ്ട്. അതിനൊക്കെ ഹൈടെക് സംവിധാനങ്ങൾ നിലവിൽ വന്ന കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇഷ്ടംപോലെ ക്ലിപ്പുകളാണ്. മാസം 17 ബദരീങ്ങളുടെ പേരിലുള്ള 100 കണക്കിന് ആടുകളെ അറുക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. 1000 ആടുകളെ അറുക്കുന്ന സ്ഥലങ്ങളുണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി. മുസ്ലിം ഉമ്മത്ത് എന്തറിഞ്ഞു? ഈ ഇരുട്ടിനെയാണ് മാറ്റിയിട്ട് നമുക്ക് തൗഹീദിൻ്റെ വെള്ളി വെളിച്ചം അവിടെ പ്രവേശിപ്പിക്കാനുള്ളത്. നമ്മളെ കടമയാണ്. ഒക്കെ ശൈത്താനാ ഓതി കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ശൈത്താൻ ഇവിടെ പറഞ്ഞാൽ എന്താണ്? അങ്ങനെ അവർ ആ മൃഗങ്ങളുടെ കാതുകൾ കീറുന്നു. ആ നേർച്ചയാക്കി വിടുന്ന മൃഗങ്ങളുടെ കാത് നേർച്ച മൃഗമാണ് എന്ന് അറിയാൻ വേണ്ടി അറേബ്യൻ മുശ്രിക്കുകൾ എന്ത് ചെയ്തിരുന്നു? ആ കാത് കീറിപ്പിളർക്കും. അപ്പം അത് കണ്ട അറബിക്ക് മനസ്സിലാവും ഇത് നേർച്ച കൊറ്റനാണ്, ഇത് നേർച്ച ഒട്ടകാണ്, നേർച്ച പശുവാണ്, ഇന്ന് നേർച്ച പോത്താണ് എന്ന് മനസ്സിലാവും. കാരണം എന്താ? കാത് കീറും. അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. ചരടി കെട്ടി കൊടുക്കും, കഴുത്തിലൊരു തൂക്കി ഇടും. ഇതാണ് നമ്മളെ നാട്ടിലുള്ള അടയാളങ്ങൾ. കോഴിയാണെങ്കിൽ അതിൻ്റെ ചിറക് കൊത്തും. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങൾ ഇതൊക്കെ ശൈത്താനികമാണ്, പൈശാചികമായ രൂപങ്ങളാണ്. അപ്പം അങ്ങനെ മനുഷ്യരോട് വിഗ്രഹങ്ങൾക്ക് അന്ന് വഴിപാടാക്കി വിടുമ്പോൾ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി വഴിപാടാക്കി വിടുമ്പോൾ അവർ ചെയ്തിരുന്ന ഒരാചാര രീതിയാണ് അങ്ങനെ വഴിപാടാക്കി വിടുന്ന മൃഗങ്ങളുടെ കാതവർ കീറും. അതാണ് ഫല ഇബത്തിക്കുന്ന ആദാനൽ അന്നാമി എന്ന് പറയുന്നത്. തീർന്നില്ല. വലാമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഇനി വേറെ പണി എന്താ അവരെടുക്കുക? ഫല യുഗയ്യിറുന്ന, തീർച്ചയായും അവർ മാറ്റം വരുത്തുക തന്നെ ചെയ്യും. ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പ്രകൃതി വിരുദ്ധം ചെയ്യും. അതിൽപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് ഈ ലിബറൽ കാലത്ത് എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളുണ്ട്. പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ. സ്വർഗരതി അവ നിശ്ചയിച്ച പ്രകൃതിക്ക് മാറ്റം വരുത്തലാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽപ്പെടും. എന്ത്? ഈ മുടി കൂട്ടിച്ചേർക്കല്, സൗന്ദര്യം പോരാന്ന് തോന്നിയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യൽ, മൂക്ക് സൗന്ദര്യം പോരാ അതൊന്നും കൂടി ക്ലിയർ ആക്കണം, ചുണ്ടുകൾ മാറ്റിമറിക്കൽ, കവിള്, ശരീരത്തിൻ്റെ സ്കിന്ന് തന്നെ മാറ്റുക. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവരുടെ സ്ഥനം വലിപ്പം കൂട്ടുക, വലിപ്പം കൂടിയെന്ന് തോന്നി അഭംഗി തോന്നുന്നവർക്ക് അത് കുറയ്ക്കുക. അതേപോലെ തന്നെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ തെമ്മാടികൾ ഇന്ന് അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും പ്ലാസ്റ്റിക് സർജറികളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഏതിലാ വരുന്നത്? ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹു നൽകിയിട്ടുള്ള സൃഷ്ടിപ്പിൽ അവർ മാറ്റം വരുത്തുന്നത് ശൈത്താൻ്റെ ദുർബോധനം കൊണ്ടാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് എന്തു പറഞ്ഞു? വമയ്യത്തഖിദി ശൈത്താന വലിയ്യം മിൻ ദൂനില്ലാഹ്. ആയത്തിൻ്റെ അവസാന ഭാഗം അങ്ങനെയാണ്. വമയ്യത്തഖിദി ശൈത്താന, ആരെങ്കിലും ചെകുത്താനെ സ്വീകരിച്ചാൽ, വലിയ്യം മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമേയുള്ള രക്ഷാധികാരിയായി ആരെങ്കിലും ശൈത്താനെ സ്വീകരിച്ചാൽ, ഫഖദ് ഖസിറ ഖുസ്റാനം മുബീന, അവൻ സുവ്യക്തമായ വഴികേടിൽ നഷ്ടത്തിലാണ് ആപതിച്ചിരിക്കുന്നത്. യഇദുഹും, അവൻ മനുഷ്യരോട് വാഗ്ദത്തങ്ങൾ നൽകും. വയുമന്നീഹിം, പലതും പറഞ്ഞവൻ വ്യാമോഹിപ്പിക്കും, കൊതിപ്പിക്കും, പ്രലോഭിപ്പിക്കും. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, വമാ യഇദുഹുമു ശൈത്താനു ഇല്ലാ ഗുറൂറ, കടുത്ത ചതിയും വഞ്ചനയുമല്ലാതെ ശൈത്താൻ്റെ ഓഫറുകളിൽ ഉണ്ടാവുകയില്ല. പുറമേക്ക് മധുരം പുരട്ടി ഉള്ളിൽ മാരകമായ വിഷം ഒളിപ്പിച്ചു വെക്കലാണ് ചെകുത്താനിൻ്റെ പ്രവർത്തന രീതി. വളരെ ജാഗ്രത വേണം.
എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൻ നിസായിലെ ഈ വചനങ്ങൾ അള്ളാഹു അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായവുമായി തുടർന്നുകൊണ്ട് വരുന്ന ഹദീസുകളിൽ നമുക്ക് വിശദീകരിക്കാനുള്ള കാര്യങ്ങളുടെ ഒരാമുഖമായി ഈ ആയത്തിൽ പറഞ്ഞ വിഷയങ്ങളെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകാനും പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും തൗഫീഖ് നൽകപ്പെടുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.